വെൽക്കം ടു ജാൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഐ എം ഡോക്ടർ ജുനീദ്, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഈ പ്യുവർ വെജിറ്റേറിയൻസിന് ഫുൾ ന്യൂട്രിയൻസും കിട്ടില്ല. പ്രത്യേകിച്ചും പ്രോട്ടീൻസ് ഒന്നും അവർ കഴിക്കുന്നത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ് എന്ന ഇൻഫർമേഷൻസൊക്കെ പൊതുവേ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് പോയി ഒരു മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർ പോലും ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു തെറ്റായ ഇൻഫർമേഷൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റായ ഇൻഫർമേഷൻസ് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നത്? അത് ഒരു തെറ്റായ ഒരു അറിവിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻസുകൾ 20 തരം അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ 11 നോൺ എസൻഷ്യലാണ്. അത് അങ്ങനെ പറയാൻ കാരണം അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും, ആഹാരത്തിലൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 9 എസൻഷ്യലാണ്. അത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കില്ല, നമുക്ക് ആഹാരത്തിലൂടെ തന്നെ എടുക്കണം. എന്നാൽ പൊതുവെയുള്ളൊരു ധാരണ ഈ വെജിറ്റേറിയൻ ആഹാരങ്ങളിലൊക്കെ ഈ എസൻഷ്യലായ അമിനോ ആസിഡുകൾ പൂർണ്ണമായി ഉണ്ടാവാറില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഒരു കാരണത്താലാണ് പൊതുവെ ആളുകൾ ഇത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾ ആഹാരങ്ങളിലും ഈ 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അനുപാതം, അതിൻ്റെ തോതാണ് ഇവിടെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന അരിയിൽ ലൈസിൻ എന്ന എസൻഷ്യൽ അമിനോ ആസിഡുകൾ വളരെയധികം കുറവാണ്. എന്നാൽ അതിൽ മെത്തിയോണിൻ എന്ന് പറയുന്ന എസൻഷ്യൽ അമിനോ ആസിഡുകൾ നല്ല അളവിലുണ്ടാവാറുണ്ട്. ഇനി പയറുവർഗ്ഗങ്ങളിൽ പരിപ്പ്, കടല, ബീൻസ് പോലുള്ള ആഹാരങ്ങളിൽ മെത്തിയോണിൻ വളരെയധികം കുറവാണ്, ലൈസിൻ നല്ല അളവിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ നല്ല പ്ലാനഡ് ആയ രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാംസാഹാരത്തിൽ നിന്ന് കിട്ടുന്ന അതിനോട് തത്തുല്യമായ രീതിയിലുള്ള 9 അമിനോ ആസിഡുകളും എസൻഷ്യൽ അമിനോ ആസിഡുകളും ലഭ്യമാക്കാൻ പറ്റും. ശരീരത്തിൽ മാംസപേശികളൊക്കെ ബിൽഡ് ചെയ്യാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾ ആഹാരങ്ങളും 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അളവിലാണ് വ്യത്യാസമെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മുടെ ലിവറിൻ്റെ റോൾ ഇവിടെ മനസ്സിലാക്കണം. നമ്മുടെ ലിവർ രാവിലെ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള എസൻഷ്യൽ അമിനോ ആസിഡുകളെയും ഉച്ചക്കും അതുപോലെ രാത്രിയൊക്കെ കഴിച്ചതിൽ നിന്നൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കമ്പൈൻ ചെയ്യും. വളരെ ടാക്റ്റിക്കലായിട്ട് ഒരു മാനേജറിനെ പോലെ ഇത് വർക്ക് ചെയ്ത് അതിനൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ള പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ഒരുപോലെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ദിവസത്തെ ആഹാരത്തിൽ ഇതെല്ലാം എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡുകളും ന്യൂട്രിയൻസ് കിട്ടുന്ന ആഹാരങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ മതി. ഇനി നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് അതും ലഭ്യമാണ്. ഇപ്പോൾ സോയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടോഫു, അത് പനീർ പോലെ ഉണ്ടാക്കുന്ന ഒരു സോയ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ക്വിനോവ ഒരു സീഡാണ് അത്, പക്ഷേ പൊതുവെ അതിനെ ഒരു വോൾ ഗ്രെയിൻ ആയ കാറ്റഗറിയിലാണ് പറയപ്പെടാറുള്ളത്. ബക്ക്വീറ്റ്, അതായത് കുതിരക്ക് കൊടുക്കുന്ന ഗോതമ്പ് എന്നാണ് മലയാളത്തിൽ ഇതിന് പറയപ്പെടാറുള്ളത്. അപ്പം ഈ ആഹാരങ്ങളിലൊക്കെ 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ വെജിറ്റേറിയൻസിന് ഏറ്റവും വരുന്ന ഒരു പ്രശ്നം ഈ അളവ് കുറയുന്നത് മാത്രമല്ല, അതിന് പകരമായിട്ട് ഈ ആഹാരങ്ങൾ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് തടസ്സമാകുന്ന ചില ആൻറ്റി ന്യൂട്രിയൻസുകൾ ഈ വെജിറ്റേറിയൻ ആഹാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും അയേണിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഫൈറ്റിക് ആസിഡുകൾ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയേൺ കൂടുതലായി കിട്ടാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ 3 ഇരട്ടി വരെ 300% വരെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം? നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകളിലുള്ളത് ഹീം അയേൺ ആണ്. എന്നാൽ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്ന ആളുകളുള്ളത് നോൺ ഹീം അയേൺ ആണ്. നോൺ ഹീം അയേൺ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. എന്നാൽ ഹീം അയേൺ വളരെ ക്വിക്കായിട്ട് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടും അതിനപ്പുറമായിട്ട് ഫൈറ്റിക് ആസിഡൊക്കെ ഇത് തടയുന്നത് കാരണത്താലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ ആഗിരണം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഈ ഒരു ടിപ്സ് ആളുകൾക്ക് സഹായിക്കും. കുതിർക്കുന്നതും മുളപ്പിക്കുന്നതും പുളിപ്പിക്കുന്നതും ഈ 3 പ്രക്രിയയിലൂടെയും ആഹാരത്തിൻ്റെ കോംപ്ലക്സ് ആയ ഘടനകൾ വിഘടിപ്പിക്കാനും ശരീരത്തിന് പെട്ടെന്ന് അവൈലബിൾ ആക്കാനും അതുപോലെ ഫൈറ്റിക് ആസിഡ് പോലുള്ള ആൻറ്റി ന്യൂട്രിയൻറ്റുകളും കൂടുതലുള്ളത് കളയാനും ഒക്കെ സഹായിക്കും. ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പൂർവികരൊക്കെ ഈ വെജിറ്റേറിയൻസ് മാത്രം കഴിച്ചു വരുന്ന ആളുകളിൽ അവരുടെ ജെനറ്റിക്സിൽ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. FADS1 FADS2 പോലുള്ള ജീനുകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ചില തരത്തിലുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റുകയും ചെയ്യും.
എന്നാൽ നമ്മൾ പൊതുവെ പൂർവികന്മാർ തൊട്ട് തന്നെ നോൺ വെജിറ്റേറിയൻ മാത്രം കഴിച്ചവരാണ്. പെട്ടെന്ന് വെജിറ്റേറിയൻസ് ആവാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമുക്ക് ആ ജീനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല ന്യൂട്രിയൻസിൻ്റെയും അഭാവം വരാൻ തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിനും ഹാർട്ടിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ്. എന്നാൽ കൃത്യമായ ബ്രെയിനും ഹാർട്ടിനും ആവശ്യമായ ഇതിലുള്ളത് കിട്ടുന്നത് നമ്മുടെ മാംസാഹാരത്തിൽ നിന്നാണ്. പക്ഷേ വെജിറ്റേറിയൻസിന് കിട്ടുന്ന ഈ ഫ്ലാക്സ് സീഡിൽ നിന്നൊക്കെ കിട്ടുന്ന omega-3 ഫാറ്റി ആസിഡ് ALA ആണ്, അതായത് ആൽഫ ലിനോളിനിക് ആസിഡ്. എന്നാൽ ഹാർട്ടിന് വേണ്ടത് EPA ആണ്, ഇക്കോസോപെൻറ്റനോയിക് ആസിഡ്. ബ്രെയിനിന് വേണ്ടത് DHA ആണ്, ദാറ്റ് ഈസ് ഡോക്കോസോഹെക്സനോയിക് ആസിഡ്. ഇത് ശരീരത്തിന് ഡയറക്റ്റായി കിട്ടാത്തത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻസിൽ ഈ ഒരു FAD-S1 FAD-S2 ജീൻ മ്യൂട്ടേഷൻ കാരണം അവർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. ഇതിനെ വളരെ എഫിഷ്യൻ്റായ രീതിയിൽ ALAയെ EPA ആയിട്ടും DHA ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. എന്നാൽ നോൺ വെജിറ്റേറിയൻ ആയിട്ട് പൂർവികന്മാർ തൊട്ട് ആഹാരം കഴിച്ചു വന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു സവിശേഷത ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് omega-3 ഫാറ്റി ആസിഡിൻ്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാവാനും കാരണമാവും. ഇനി ഗട്ട് മൈക്രോബയോം, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ച് ഫാമിലി പരമ്പരമായിട്ട് വന്ന ഒരു വ്യക്തിയിലുള്ള ഗട്ട് മൈക്രോബയോം അല്ല പൊതുവെ, അതായത് കുടലിലെ നല്ല ബാക്ടീരിയ അല്ല വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ച് വരുന്ന ആളുകളിലുള്ളത്. അവരിലുള്ള ഗട്ട് മൈക്രോബയോം കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വെജിറ്റബിൾസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അതിൽ നിന്ന് ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആഗിരണം ചെയ്തെടുക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഒരു നോൺ വെജിറ്റേറിയനേക്കാളും ബെറ്റർ ആയിട്ട് ഈ വെജിറ്റബിൾസിനെ ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനൊക്കെ ഈ വെജിറ്റേറിയൻസിന് സഹായിക്കും. ഇനി ചില പരിമിതികൾ അവരിലുണ്ട് എന്നും കൂടി മനസ്സിലാക്കാം. വിറ്റമിൻ B12 എന്ന ഒരു വൈറ്റമിൻ, അത് പൊതുവെ ഏറ്റവും അളവ് ഉള്ളത് നോൺ വെജ് ആഹാരങ്ങളിൽ നിന്നാണ്. എന്നാൽ ഈ വെജിറ്റേറിയൻസിൽ അവരുടെ കുടലിൻ്റെ അവസാന ഭാഗത്ത് ചില ബാക്ടീരിയസുകളും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ ചെറിയ തോതിൽ മാത്രമേ കിട്ടുള്ളൂ. അവരുടെ ശരീരത്തിന് ആവശ്യമായ റിക്വയർമെൻറ്റിനനുസരിച്ച് അത് കിട്ടാറില്ല. പ്രായം കൂടുന്തോറും വൈറ്റമിൻ B12 സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ പ്യുവർ വെജിറ്റേറിയൻസിന് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അവർ ഇത് സപ്ലിമെൻ്റായി എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു പരിമിതിയാണ്, അത് നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. വൈറ്റമിൻ D അതുപോലെ ക്രിയാറ്റിൻ. വൈറ്റമിൻ D സൺലൈറ്റിലൂടെ കിട്ടുന്നതാണ്. ബട്ട് നോൺ വെജിറ്റേറിയൻസിന് ഫാറ്റി ആയിട്ടുള്ള ഫിഷസിലൂടെ ഒക്കെ ഇത് കിട്ടാറുണ്ട്. ബട്ട് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിലൂടെ ഇത് കിട്ടുന്നത് നോൺ വെജിറ്റേറിയന് കിട്ടാൻ കുറവായിരിക്കും. അപ്പോൾ സൺലൈറ്റ് ഒന്നും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ക്രിയാറ്റിൻ പൊതുവെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. പക്ഷേ ഇനി ഫിസിക്കൽ ആക്ടിവിറ്റിയും അത്ലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് ചിലപ്പോൾ അത് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്താൽ അവരുടെ ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് അവർക്ക് നോട്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ തന്ത്രപരമായിട്ടുള്ളൊരു ആഹാര രീതിയാണ് വെജിറ്റേറിയൻസ് ഫോളോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കും. നോൺ വെജിറ്റേറിയനേക്കാളും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരാൻ സാധ്യത കൂടുതൽ വെജിറ്റേറിയൻസിനായിരിക്കും. കാരണം ഈ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ആഹാര രീതി എല്ലാ ദിവസവും ഫോളോ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പലപ്പോഴായിട്ട് നമ്മൾ ഈ ജങ്ക് ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വെജിറ്റേറിയൻസിനെ കൂടുതലായി ബാധിക്കും, നോൺ വെജിറ്റേറിയൻസിനെ അത്രത്തോളം ബാധിക്കില്ല. കാരണം നോൺ വെജിറ്റേറിയൻസിന് ഇപ്പോൾ ഒരു മീൽ എടുത്താൽ പോലും ചിലപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും സഫിഷ്യൻ്റായ രീതിയിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ വെജിറ്റേറിയൻസിന് ആ ഒരു ദിവസത്തെ മുഴുവനുള്ള ആഹാര രീതികളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൂടുതലും ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസുകളൊക്കെ അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കുന്നത്. അപ്പം ഈ വീഡിയോയിലൂടെ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.